ആ കാണുന്ന മലമുകളിൽ കാണുന്ന വീടും അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് ആ കാണുന്ന വീട് ഒറ്റപ്പെട്ട വീടാണ്. ആകെ ആ മലമുകളിൽ ഒരു വീടേ ഉള്ളൂ. അങ്ങോട്ടുള്ള വഴികളും റോഡ് സാധാരണ മൺ റോഡാണ് അങ്ങോട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന ഒരു പൂവാണ് കേട്ടോ. അത് മുൾച്ചെടിയാണ്. മുൾച്ചെടിയിൽ വരുന്ന ഒരു പൂവാണ്. ഇങ്ങനെയുള്ള ചെറുചെടികളിലെല്ലാം കൂടുതലും മുൾച്ചെടികളായിരിക്കും ഇവിടെ കാണാൻ കഴിയുക. ഒട്ടകങ്ങളും ആടും അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം മേയുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഇത് ഈ മലമുകളിലോട്ട് പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ശരിക്കുള്ള റോഡ് കുറച്ച് ചുറ്റി വേണം പോകാൻ. അങ്ങോട്ട് മൺ റോഡ് മാത്രമാണ് ഉള്ളത്. ഒരു പാറക്കെട്ടാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒരു അതിർത്തിയാണ്. ഇത് ഓരോ ആൾക്കാരുടെ അതിർത്തിക്കായിട്ട് അവർ കല്ലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിന് മുകളിൽ മലമുകളിൽ വേറെ കുറച്ച് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിൽഡിങ്ങും വീടുകളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന ഒരു ടൗണാണ്. ഇങ്ങനെ നമുക്ക് ഈ കുറേ വീടുകളെല്ലാം ഈ മലമുകളിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു വീടാണ് ഇവിടെ ഈ മലയുടെ മേലെ ഉള്ളത്. വീടുകളൊക്കെ ഭാവിയിൽ വരും. ഇതോരോ കുറേ ആൾക്കാരുടെ എല്ലാം പ്രൈവറ്റ് സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലും, ഈ മലയും മലയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം. ഒരു പാറക്കെട്ടാണ് കേട്ടോ. പാറകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അതിൻ്റെ മേലെയാണ് ഈ വീടും പുതിയ വരുന്ന ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ നാട്ടിലെ അത്ര കരിങ്കല്ലുകൾക്ക് അത്ര നാട്ടിലുള്ള അത്രയൊന്നും സ്ട്രോങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊരു അതിർത്തിയാണ്. ആകെ ഈ ഒരു വീട് ഈ മലമുകളിലുള്ളൂ കേട്ടോ. ഇത് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ മലകളുണ്ട്. ആ ഒരു മലയുടെ മേലെയാണ് ഒരു വീട് വെച്ചിരിക്കുന്നത്. ആ കാണുന്ന വഴിയിലൂടെ ആണ് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. അതാണ് ഒരു വഴി. ഇതിവിടെ ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ആക്കിയിരിക്കുന്നത്, അതായത് നിരപ്പാക്കിയിരിക്കുന്ന, മലമുകളിൽ നിരപ്പാക്കിയിരിക്കുന്ന ആ മണ്ണെല്ലാമാണ് ഈ കാണുന്നത്. മഴകളെല്ലാം പെയ്യുമെങ്കിലും ഇവിടെ അങ്ങനെ മണ്ണിടിച്ചിലും അങ്ങനെയുള്ളതെല്ലാം ഇവിടെ കുറവായിരിക്കും. മഴ അധികം നമുക്ക് കിട്ടാത്ത കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കാണുന്നതും ഇതേപോലെ ഒരു മലയാണ് കേട്ടോ. ഇത് അതിലും ഇങ്ങനെ കുറേ വീടുകളുണ്ട്. താഴ്വരയിലാണ്, അതിൻ്റെ താഴ്വരയിലാണ് വീടുകൾ നമുക്ക് കാണാൻ കഴിയും. മേലെയൊന്നും വീടുകൾ ഇപ്പോൾ വന്നിട്ടില്ല. ഈ സ്ഥലം ഇപ്പോൾ നിൽക്കുന്നത് ഒരു പൂർണ്ണമായിട്ട് ഒരു ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഇപ്പോൾ നിൽക്കുന്നത്. ഈ വീട് പുതുതായിട്ട് നിർമ്മിച്ചിരിക്കണം. അധികം പഴക്കവും ഒന്നും ഇതിന് ഇല്ല.
ഇവിടെ ഒരു പുതുതായിട്ടൊരു ബിൽഡിങ്ങും ഇവിടെ ഒരു വീടാണോ വേറെന്തോ ബിൽഡിംഗ് ആണോ എന്ന് അറിയില്ല, പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അത് മലമുകളിലെല്ലാം നിരപ്പാക്കിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളൂ. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഈ കാണുന്ന വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊരു ടൗണാണ്. അൽഹമ്ര എന്ന് പറയുന്ന ഒരു ടൗണാണ് കേട്ടോ. ഇത് മസ്കറ്റിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുണ്ടോ ഈ അൽഹമ്ര എന്ന് പറയുന്നത്. ബഹലിൽ നിന്നും ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അകലെയാണ് ഈ അൽഹമ്ര എന്ന് പറയുന്നത്. നമുക്ക് ഒമാനിൽ കൂടുതലും ഈ മലകളാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക. ടൗണിലെ കാര്യമല്ല, ടൗൺ വിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. വീഡിയോസിൽ കൂടുതലും അങ്ങനെ ടൗണുകളും അങ്ങനെയുള്ളൊക്കെ ആയിരിക്കും കൂടുതൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക, അതായത് മസ്കറ്റിൽ അല്ലെങ്കിൽ ഒമാനിൽ വരാത്തവർ. മലമുകളിൽ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇത് അവർ സ്ഥലം നിരപ്പാക്കി ബിൽഡിങ്ങുകൾ അല്ല വീടെന്തോ പണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാണുന്ന ആ വഴിയാണ് ഈ വീട്ടിലോട്ടുള്ള വരാനുള്ള ആകെയുള്ള വഴി കേട്ടോ. അതും ഒരു മല ചുറ്റിയിട്ട് വേണം ഇങ്ങോട്ട് കയറി വരാൻ. മൺറോഡാണ്, സാധാരണ മൺറോഡാണ് ഇങ്ങോട്ട് വരാനുള്ളത്. ഈ കാണുന്ന മലകളെല്ലാം ജബൽ ഷംസ് പർവ്വതത്തിനുള്ള താഴ്വരയാണ് കേട്ടോ. ഈ വീട്ടിലോട്ട് വരണമെങ്കിൽ ആകെയുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. പുതുതായിട്ട് വീട് വെച്ചിരിക്കുന്ന കാരണം മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പൂവുകൾ ഇങ്ങനെയുള്ള ഈ മലകളിലൊക്കെ കൂടുതലും ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ. ഇത് കാലകാലങ്ങളായിട്ട് ഓരോരോ കാലഘട്ടത്തിൽ ഇങ്ങനെയായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഈ അടുത്തതായിട്ട് സംഭവിച്ചതൊന്നുമല്ല. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ചെറിയ ഒരു പുഴ പോലെ രൂപപ്പെടും, അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പം ഒന്നുമില്ല, അപ്പോൾ അവിടെയുള്ള മണ്ണും മണലൊക്കെ ഒഴിവാക്കി തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് നമുക്കൊരു ഗ്രാമാന്തരീക്ഷമുണ്ട്. ഇത് ഇവിടെ ഈ മൃഗങ്ങളൊക്കെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ മൊയലുകൾ അങ്ങനെയുള്ള എല്ലാം അതിൻ്റെ കാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇതുപോലെയുള്ള ഈ ചെറിയ ചെറിയ മലകളൊക്കെ നമുക്ക് ഈ ടൗണിന് വിട്ടു മാറിയിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെയും ഇവിടെയായിട്ട് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ. ഈ ചില മലമുകളിലൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വാച്ച് ടവറും കാര്യങ്ങളൊക്കെ, ആയിരക്കണക്കിന് വാച്ച് ടവറുകൾ തന്നെ ഒമാനിൽ തന്നെ നമുക്ക് പലയിടങ്ങളിലും ഈ കുന്നിൻ ചെരുവിലും മലയുടെ താഴ്വരകളിലും അങ്ങനെയുള്ളവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ അത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.